അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സേഫ്റ്റി, സുരക്ഷിതത്വം ഇല്ല അല്ലേ? അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ, ഒരു ചികിത്സ ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാൻ, മരുന്ന് മാറിപ്പോകാതിരിക്കാൻ, പേഷ്യൻ്റ് മാറിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഇടത്തുകാലിന് പകരം വലത്തുകാല് ചെയ്യാതിരിക്കാൻ, ഇത്തരത്തിലൊക്കെയുള്ള കൃത്യമായ ഇതുകൾ സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വം ഉണ്ടാകുന്നതിന് എന്തെല്ലാം നടപടികൾ എടുക്കണം എന്നുള്ളത് NIBH കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ സ്റ്റാൻഡേർഡുകൾ, ചെയ്യേണ്ട പ്രക്രിയകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വയ്ക്കും, അല്ല വെറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞ ബോർഡ് വയ്ക്കും, കാരണം തെന്നി വീഴാതിരിക്കാനാണ്. ഇനി മാത്രമല്ല, വർഷത്തിലൊരിക്കൽ എങ്കിലും നമ്മൾ ഇവിടെ എന്തെല്ലാം അപകട സാധ്യതകളുണ്ട് എന്നൊരു പഠനം, ഒരു ഇത് നടത്തും. HIRA എന്ന് പറയുന്നത് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. പുറത്ത് നമ്മൾ അറിയില്ലെങ്കിലും എന്തെല്ലാം അപകട സാധ്യതകളാണ്, അത് മരുന്ന് കൊടുക്കണവരിലാവാം, ഇൻഫ്രാസ്ട്രക്ചറിലാവാം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലാവാം, എന്തിലെല്ലാം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് എടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവിടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും അധികം ഉറപ്പുവരുത്തുന്ന ഒരു ഘടകം. രണ്ടാമത്തത് എഫിക്കസി. ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലേ, നമ്മൾ മരുന്ന് ഒരു സ്ഥലത്ത് പോയി അവരുടെ മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, ചികിത്സകൾ എടുക്കുന്നതോ നമുക്ക് റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്, അതിനുള്ള കൃത്യമായ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട്, ഏതെല്ലാം മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അത് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അത് ക്ലിനിക്കൽ സൈഡ് മാത്രമല്ല മറ്റെല്ലാ സൈഡിലും, ഇപ്പോൾ ഫുഡിനെ സംബന്ധിച്ചാണെങ്കിലും എന്തിനെ സംബന്ധിച്ചാലും, അതായത് ഡോക്ടർ എഴുതുന്നത് ഇന്ന ഫുഡാണ് ഈ രോഗിക്ക് വേണ്ടത് എന്ന് എഴുതി വെച്ചാൽ പല സ്ഥലത്തും ഡോക്ടർ അത് എഴുതും, കിച്ചണിൽ നിന്ന് കിട്ടുന്നത് വേറെ ഒന്നായിരിക്കും, അത് അവർക്ക് ഇന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അവരുണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ അല്ലാതെ കൃത്യമായി ഡോക്ടർ ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടിയാലേ ഈ രോഗിയുടെ രോഗം മാറും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്. ഇവിടെ എഴുതുന്നത് തന്നെ അവിടെ കൊടുക്കണം, അവിടെ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തും. അതിനൊക്കെയുള്ള സിസ്റ്റങ്ങൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിലും മറ്റെല്ലാ ആക്ടിവിറ്റീസിലും എഫിക്കസി, ചെയ്യുന്ന ചികിത്സയ്ക്ക് കൃത്യമായ റിസൾട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ, ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റിയും സുരക്ഷിതത്വവും, എഫിക്കസിയും ഫലപ്രാപ്തിയും. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഉറപ്പുവരുത്തുന്നു. സത്യത്തിൽ ഒരു ആശുപത്രി പോയാൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളല്ലേ? അപ്പോൾ ഈ ഉറപ്പുവരുത്തുന്നത് തന്നെ ശരിക്കും ഒരു 590 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല